ഹിറാ ഗുഹയിൽ നിന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കണ്ട് പേടിച്ചു വിറച്ച് അള്ളാഹുവിന്റെ റസൂല് വീട്ടിലേക്ക് ഓടിപ്പോകുന്നുണ്ട്. ജമ്മിലൂനി യാ ഖദീജ, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടെന്ന് പറയുമ്പോൾ ഖദീജ ബീവി അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്ന ചില വർത്താനങ്ങളുണ്ട്. വല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദ, അള്ളാഹുവാണേ സത്യം, നിങ്ങളെ ഒരിക്കലും അള്ളാഹു അപമാനിക്കുകയില്ല. നിങ്ങളുടെ ബന്ധങ്ങൾ നിലനിർത്തുന്ന ആളാണ്, പാവങ്ങളെ സഹായിക്കുന്ന ആളാണ്, അതിഥികളെ ആദരിക്കുന്ന ആളാണ്, ദുർബലരുടെ കൂടെ നിൽക്കുന്ന ആളാണ്. അങ്ങനെ തുടങ്ങി അള്ളാഹുവിന്റെ റസൂല് തളർന്നിരിക്കുമ്പോ ഏതൊരു ഭർത്താവും കേൾക്കാൻ കൊതിക്കുന്ന ഒരു വർത്താനം, ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള സംസാരം ഖദീജ ബീവി സംസാരിക്കുന്നുണ്ട്. തൊട്ടടുത്ത നിമിഷം അള്ളാഹുവിന്റെ റസൂലിന്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നത് തന്റെ അടുത്ത ബന്ധുവായ വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്തേക്ക്, അന്നാ നാട്ടിലെ വലിയ ജ്ഞാനിയാണ് വറഖത്ത് ബിൻ നൗഫൽ, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള ഡിസിഷൻ എടുക്കുന്നത്, അള്ളാഹുവിന്റെ റസൂലിനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്, ഇതൊക്കെ ഖദീജ ബീവിയാണ്. അത്രത്തോളം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രമേൽ സ്പേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഉണ്ടായിരിക്കും ഖദീജ ബീവി മരണപ്പെട്ടപ്പോൾ, വഫാത്തായപ്പോൾ ഖദീജ ബീവിയുടെ അടുത്ത കൂട്ടുകാരികൾക്കൊക്കെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ആനിവേഴ്സറിയിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാറുണ്ടായിരുന്നു. ഖദീജ ബീവി വഫാത്താവുന്നത് വരെ 25 വർഷക്കാലം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു വിവാഹം പോലും കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഖദീജ ബീവിയുടെ മനോഹരമായ ഓർമ്മകളെ കുറിച്ച് മറ്റു ഭാര്യമാരോട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു അത്രേ.